ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കാൽ കാശിന് പോക്കില്ലാത്ത തല തിരിഞ്ഞ അഹങ്കാരിയ ആ സുചിത്ര. എന്റെ ആജന്മ ശത്രു. മേലിൽ അവള് വിളിച്ചാ ഫോൺ എടുക്കാൻ പാടില്ല. അവളെ അങ്ങോട്ട് വിളിക്കാനും പാടില്ല. മനസ്സിലായോ? അല്ലെങ്കിൽ വേണ്ട, ഈ സാധനം ഉണ്ടെങ്കിലല്ലേ കുത്തി വിളിക്കൂ. ഇതിന് എന്റെ കയ്യിൽ ഇരിക്കട്ടെ. ഹരിത വിനുവിനെ തല്ലി പുറത്താക്കിയ കാര്യം മാധവേട്ടന് അറിഞ്ഞിട്ടുണ്ടാവോ? അതോർത്ത് സങ്കടപ്പെടുമായിരിക്കോ മാധവേട്ടൻ? എന്നെ ഇവിടെ ജോലി ചെയ്യിച്ച് കഷ്ടപ്പെടുത്തുന്ന എങ്ങാനും മാധവേട്ടൻ അറിഞ്ഞ വേണ്ട, ഒന്നും അറിയിക്കണ്ട. അതിന്റെ നീറ്റിലും വേദനയൊന്നും മാധവേട്ടനും മനസ്സിനും ബാധിക്കാൻ പാടില്ല. എല്ലാം ഒറ്റയ്ക്ക് അനുഭവിക്കുക തന്നെ. സുചിത്രയാണല്ലോ. ഹലോ മോളെ. അമ്മ ഇതുവരെ ഉറങ്ങിയില്ലേ? ഉറങ്ങാൻ തുടങ്ങുമ്പോഴാ നിന്റെ വിളി. മാധവേട്ടൻ ഗുളിക കഴിച്ചോ മോളെ? ഇല്ല, അതിന് സമയമായില്ലല്ലോ അമ്മേ. അച്ഛന് ഗുളിക കൊടുത്തിട്ടേ ഞാൻ കിടക്കൂ. അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. അമ്മ ഗുളിക കഴിച്ചോ? കഴിച്ചു. അക്കാര്യത്തിലൊക്കെ ജഗതിയും മീനാക്ഷിയും നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് മോളെ. ജഗതി നിന്നെ വിളിക്കാറുണ്ടോ? വിളിക്കാറുണ്ട്. പക്ഷേ ഹരിതയുടെ വീട്ടിൽ അമ്മ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളൊന്നും അമ്മ എന്നോട് പറഞ്ഞിട്ടില്ല. അമ്മ അക്കാര്യങ്ങളൊന്നും എന്നോട് പറയരുതെന്ന് വിലക്കിയിട്ടാവും. ഞാൻ വിലക്കിയിട്ടോ? അതിന് ഹരിതയുടെ വീട്ടിൽ എനിക്ക് കഷ്ടപ്പാടൊന്നും ഇല്ലല്ലോ. എന്തിനാ അമ്മ ഒളിക്കുന്നത്? ഹരിത എനിക്ക് നന്നായിട്ട് അറിയില്ലേ. എച്ചൽ പാത്രം കഴുകാത്തതിന് ഞാൻ വഴക്കു പറഞ്ഞതിന്റെ വൈരാഗ്യമൊന്നും കെട്ടടങ്ങി കാണില്ല. എന്നെ സൗകര്യത്തിന് കിട്ടാത്തതുകൊണ്ട് കുറ്റപ്പെടുത്തലുകൾ മുഴുവൻ അമ്മയുടെ മേലായിരിക്കും അല്ലേ? വാക്കേറ്റം അല്ലാതെ ദേഹോപദ്രവം വല്ലതും ഉണ്ടോ അമ്മ? അമ്മ എന്തോന്നും മിണ്ടാത്തത്? ഒന്നുമില്ല മോളെ. എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അമ്മ അവിടെ നിന്ന് തിരികെ കൊണ്ടുവരാനുള്ള ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അമ്മ വിഷമിക്കരുത്. എന്റെ കാര്യോർത്ത് നിങ്ങൾ ആരും വിഷമിക്കാതിരുന്ന മാത്രം. ഹലോ ഹലോ, ചാർജ് ഇല്ലാത്തതുകൊണ്ട് അമ്മയുടെ ഫോൺ ഓഫായിന്ന് തോന്നുന്നു. തള്ളയുടെ കാര്യം ഓർത്ത് ആരും വിഷമിക്കേണ്ടതാണല്ലോ കേട്ടത്. അല്ലെങ്കിൽ തന്നെ ആരാ തള്ളയെ ഓർത്ത് വിഷമിക്കുന്നേ? ആരാ വിളിച്ചേ? ചോദിച്ചത് കേട്ടില്ലേ? ഫോണിൽ ആരോടാ സംസാരിച്ചെന്ന്? അത് ആരാ വിളിച്ചതെന്ന്? സുചിത്ര. സുചിത്രയോ? ആ മഹാമാരണത്തിന് ഇവിടുത്തെ വൃത്താന്തങ്ങളൊന്നും അറിയാതെ ഉറക്കം വരുന്നില്ലേ? എന്തൊക്കെ വിഷമങ്ങളാ ആ നുണച്ചിയുടെ മുമ്പിൽ വിളമ്പി കൊടുത്തേ? ഞാൻ മറ്റൊന്നും പറഞ്ഞില്ല. ഗുളിക കഴിച്ചോന്ന് ചോദിച്ചു, കഴിച്ചോന്ന് മറുപടിയും പറഞ്ഞു. അപ്പൊ നിങ്ങക്ക് ഞാൻ ഇവിടെ ഗുളിക തരുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല എന്ന് നിങ്ങൾ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? എന്റെ പൊന്നുമോളെ, നീ എഴുതാപ്പുറം വായിക്കാതെ. നിന്റെ അന്നവും കഴിച്ചുകൊണ്ട് നിനക്കെതിരായി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. നിർത്ത്. ഒരു ശുദ്ധഗതിക്കാരി സത്യവതി വന്നിരിക്കുന്നു. കാൽ കാശിന് പോക്കില്ലാത്ത തല തിരിഞ്ഞ അഹങ്കാരിയ ആ സുചിത്ര. എന്റെ ആജന്മ ശത്രു. മേലിൽ അവള് വിളിച്ചാ ഫോൺ എടുക്കാൻ പാടില്ല. അവളെ അങ്ങോട്ട് വിളിക്കാനും പാടില്ല. മനസ്സിലായോ? അല്ലെങ്കിൽ വേണ്ട, ഈ സാധനം ഉണ്ടെങ്കിലല്ലേ കുത്തി വിളിക്കൂ. ഇതിന് എന്റെ കയ്യിൽ ഇരിക്കട്ടെ. മോളെ, എന്റെ ഫോൺ എനിക്ക് തന്നേക്ക്. വേണ്ട, തൽക്കാലം ഇത് എന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. അരുത് മോളെ, ഞാനിനി സുചിത്രയെ വിളിക്കില്ല. അവൾ ഇങ്ങോട്ട് വിളിച്ച എടുക്കയില്ല. വല്ലപ്പോഴും എനിക്ക് മാധവേട്ടനെ ഒന്ന് വിളിക്കണം. മാധവേട്ടനെ എന്നെയും വിളിക്കണല്ലോ. ഫോണിങ് തന്നേക്ക്. തൊരുന്നില്ലെന്ന് പറഞ്ഞില്ലേ? മോളെ, ഫോണിങ് തന്നേക്ക്. മോളെ, ഫോണിങ് താ.
അച്ഛാ, മരുന്ന് കഴിക്കണ്ടേ അച്ഛാ? ഞാൻ അതങ്ങ് മറന്നു. മറക്കൂന്നറിയാം. ഓർമ്മിപ്പിച്ച് കഴിപ്പിക്കാൻ അമ്മ ഇവിടെ ഇല്ലല്ലോ. അമ്മ മരുന്ന് കഴിച്ചു കാണൂ എന്തോ. ഓർത്തു വെച്ച് മരുന്ന് കൊടുക്കാനൊന്നും ഹരിത മെനക്കെടില്ല. അച്ഛനെന്താ ഇത്ര ഗഹനമായിട്ട് ആലോചിക്കുന്നത്? അമ്മയെക്കുറിച്ചാണോ? അല്ലാതെ എന്താ ആലോചിക്കാനാ മോളെ? അല്ല, ഇപ്പൊ എന്താ അച്ഛൻ ആലോചിച്ചത്? നാളെ ഞങ്ങൾ ആദ്യമായി കണ്ടുമുട്ടിയ ദിവസമാ. പിന്നെ 2 വർഷത്തിന് ശേഷം കണ്ടുമുട്ടിയ ദിവസം തന്നെ ചന്ദ്രുവിന്റെ കഴുത്തിൽ ആരും അറിയാതെ ഒരു താലിയും ചാർത്തി. രഹസ്യമായി ഞാൻ കെട്ടിയ താലിയുമായിട്ട് ചന്ദ്രു നടന്നു. പിന്നീട് വീട്ടുകാരും നാട്ടുകാരും അറിഞ്ഞപ്പോഴാ ചന്ദ്രുവിനെ വിളിച്ചിറക്കി അമ്പലത്തിൽ കൊണ്ടുപോയി 10 പേരുടെ മുന്നിൽ വെച്ച് താലി കെട്ടി കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയത്. കണ്ടുമുട്ടിയ നാളും മറക്കാതെ ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്. അതെ, 2 പേരും 2 വഴിക്കായില്ലേ. എന്നാലും ആ ഒളിച്ചോട്ടത്തിന്റെ ഓർമ്മകൾക്ക് ഇന്നും 10 മാറ്റാ. പ്രായമേറിയിട്ടും അച്ഛനമ്മയോടുള്ള പ്രണയത്തിന് ഇന്നും ഒരു കുറവും വന്നിട്ടില്ല. അത് അച്ഛന്റെയോ അമ്മയുടെയോ ക്വാളിറ്റി അല്ല, യഥാർത്ഥ പ്രണയത്തിന്റെ ശേഷിയാ. മനസ്സിലായി. നാളെ ആഘോഷിക്കണ്ടേ അച്ഛാ? അമ്മ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ആഘോഷിക്കാൻ പ്രകാശേട്ടൻ സമ്മതിക്കില്ല. അച്ഛനെ ഒന്ന് അങ്ങോട്ട് ക്ഷണിക്കാൻ മനോജ് സമ്മതിക്കും. പക്ഷേ ഹരിത സമ്മതിക്കില്ല. പിന്നെ എങ്ങനെ ആഘോഷം നടക്കുക? ആഘോഷമൊന്നും വേണ്ട മോളെ. വർഷം ഇല്ലാതായതോടെ വിക്രം ഈ കുടുംബത്തെ മറന്ന മട്ട.